വാൻതും മുസ്ലിമൂൻ മുഅ്മിനുകളെ അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. സന്തോഷകരമല്ലാത്ത വാർത്തകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരാഴ്ചയായിരുന്നു ഇത്. നമ്മുടെയെല്ലാം മനസ്സിൽ വിഷമവും പ്രയാസവും ഒപ്പം ഭീതിയും ജനിപ്പിക്കുന്ന ക്രമത്തിലാണ് പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുക. വാർത്തകൾക്ക് അടിസ്ഥാനപരമായി ഒരു കാര്യമുണ്ട്, അത് ആഗോളതലത്തിൽ നിർണയിക്കപ്പെട്ടതാണ്. വാർത്ത ഒരിക്കലും സംഭവങ്ങളുടെ നിജസ്ഥിതി ആകരുത്, മറിച്ച് നമ്മുടെ താല്പര്യമെന്തോ അതിനനുസരിച്ച് സൃഷ്ടിപരമാക്കി മാറ്റണം. അപ്പോൾ യഥാർത്ഥ സംഭവം വളരെ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ വലുതാകാം. ജനങ്ങളുടെ കാതുകളിൽ അതെത്തുമ്പോൾ ജിജ്ഞാസ നിറയ്ക്കുകയും അവരിൽ നിന്ന് തന്നെ അഭിപ്രായം രൂപപ്പെടുകയും അവർ സ്വമേധയാ ചേരിതിരിയുകയും ചെയ്യുമാറ് അവരെ ഇളക്കിമറിക്കുന്ന വിധത്തിൽ സൃഷ്ടിയായ നിലയിൽ വാർത്ത ഉണ്ടാക്കണം. ഇത് ആഗോളതലത്തിൽ പത്രമേഖലയിൽ, സോഷ്യൽ മീഡിയകളിൽ, ചാനലുകളിലെല്ലാം നൽകുന്ന സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ഭാഗമാണത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സംഭവസ്ഥലമോ സമയമോ സന്ദർഭത്തിലോ എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. പിന്നെ ഉള്ള കഴിവെന്താന്ന് ചോദിച്ചാൽ അവരിലെല്ലാം ഈ വാർത്ത എത്തിക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ആ എത്തിക്കലാണ് ഇവിടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ കാരണം. ഒരു നല്ലൊരു എഴുത്തുകാരനായ OV വിജയൻ്റെ ധർമ്മവിചാരത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. അവിടെ മുതലാണ് ഞാൻ ആരംഭിക്കുക. അദ്ദേഹം പറയുന്നത്, ജനങ്ങൾ ഭരണകൂടത്തെ ചെറുതായി കാണുകയോ ഭരണകൂടത്തിൽ നിന്ന് അകലുകയോ ചെയ്യുമ്പോൾ ഭരണകൂടത്തിൻ്റെ താല്പര്യമാണ് പിന്നീട് അവിടെ യുദ്ധമുണ്ടാവുക എന്നത്. അത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഒരു നോവലിലെ വാചകമാണത്. അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും അങ്ങനെയാണ്. എല്ലാ എഴുത്തുകാരും ഏതാണ്ട് ആ രൂപത്തിൽ എഴുതുന്നവരുമാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു നാട്ടിൽ അതിൻ്റെ മുഖമുദ്ര 2 അടിസ്ഥാന ശിലകളിലാണ്. അതിലൊന്ന് മതേതര ഭാവം, 2 ജനാധിപത്യ ചിന്ത. ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തിലെ മുഴുവൻ പൗരന്മാരും പരസ്പരം അറിഞ്ഞും അറിയിച്ചും പരസ്പരം ബഹുമാനിച്ചും അംഗീകരിച്ചും സന്തോഷകരമായി ജീവിക്കുക എന്നതാണ് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന ആശയം. ഏതാണ്ട് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന രീതിയും അതുതന്നെയാണ്. ഇസ്ലാം എന്ന പദം ആ നാമം ദ്യോതിപ്പിക്കുന്നതും അത് അർത്ഥം നൽകുന്നതും സമാധാനമേവുക, ശാന്തി പകരുക, സന്തോഷം വിളയാട്ടുക
ഇത് അതിൻ്റെ മുഖമുദ്രയാണ് ഇസ്ലാമിൻ്റെ. അതുകൊണ്ടാണ് ഇസ്ലാം കർമ്മങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടേണ്ടി വന്നത്. അത് മനുഷ്യരുടെ ജീവിത വ്യവഹാരങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടാണ് ഇസ്ലാം സ്ഥാപിക്കുന്നത്. മുൻപൊരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ 5ആണ്. പക്ഷെ അതിൻ്റെ മുകളിലാണ് ഇസ്ലാം സ്ഥാപിതമായത്. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിലെ കർമ്മകാണ്ഡത്തിൻ്റെ ഭാഗങ്ങളാണ്. അത് വൈയക്തികമാണ്. അതിൻ്റെ ഫലം ചിലത് വ്യക്തിയിലും ചിലത് കുടുംബങ്ങളിലും മറ്റു ചിലത് സമൂഹത്തിനും അനുഭവിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതിൻ്റെ മുകളിൽ എല്ലാ വ്യക്തികളും ഉൾക്കൊള്ളുന്ന ഒരാശയ സംഗ്രഹമാണ് ഇസ്ലാം എന്നർത്ഥം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമസ്കരിക്കുന്നു എന്നതല്ല അതിൻ്റെ ഒരു പ്രത്യേകത. നമസ്കരിക്കുന്ന ഒരാൾ സമൂഹവുമായി ഇടപെട്ട് ജീവിക്കുന്ന ജീവിത രീതി എത്രത്തോളം സ്വീകാര്യമായി കൊണ്ടിരിക്കുന്നു മറ്റുള്ളവർക്ക് എന്ന് നോക്കിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ ഒരു പ്രസ്താവന നൽകിയത് വലഖദ് കറംനാ ബനി ആദം, മനുഷ്യവംശത്തെ നാം ബഹുമാനിച്ചിരിക്കുന്നു. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് തയ്യിബാത്ത് വഫളൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. അവിടെ കുറേ കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. മനുഷ്യവംശം സൃഷ്ടാവായ ഒടേ തമ്പുരാനാൽ, പടച്ചവനാൽ, സർവേശ്വരനാൽ ഈ മനുഷ്യവംശം സർവാദരണീയമായ അവസ്ഥയിലാക്കിയിരിക്കുന്നു, ബഹുമാനിക്കപ്പെട്ടു. അവരെ കരയിലും കടലിലും നാം വഹിപ്പിച്ചു, അഥവാ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. നാം അവർക്ക് നല്ല ഭക്ഷണം നൽകി. അവർ നല്ലത് ഉപയോഗിക്കണം, നല്ലത് കഴിക്കണം, നല്ലത് കൊണ്ടു നടക്കണം എന്ന് നാം അവർക്ക് വേണ്ട നിർദ്ദേശം നൽകി. നമ്മുടെ സൃഷ്ടികളിൽ വച്ച് പലതിനേക്കാളും ശ്രേഷ്ഠമാണ് മനുഷ്യർ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനുഷ്യൻ ആദരിക്കപ്പെടാൻ എന്താ കാരണം? മലക്കുകളല്ലേ യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടേണ്ടവർ. മുക്കറമൂൻ എന്ന് ഖുർആൻ ഉപയോഗിച്ച ഒരു സൃഷ്ടവർഗമാണല്ലോ അവർ. പക്ഷെ അവരിലില്ലാത്ത അതിമഹത്തായ ചില സവിശേഷതകൾ മനുഷ്യരിലുണ്ട്. കാര്യവിചാരവും കാര്യകാരണങ്ങളുടെ വേർതിരിവുകളും സ്വയം അവരുടെ ജീവിതത്തിൽ നിലനിൽപ്പിന് വേണ്ട മാർഗങ്ങളും കണ്ടെത്താൻ മാത്രമല്ല, അത് നിലനിർത്താൻ പരിശ്രമിക്കുക, അത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. മലക്കുകൾ ആജ്ഞാനുവർത്തികളാണ്, മനുഷ്യർ ആജ്ഞാനുവർത്തികളല്ല. അവൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് സാഹചര്യങ്ങളെ വേർതിരിച്ചെടുക്കാം. എന്നിട്ട് ഏതൊരു സാഹചര്യമാണോ നൽകുന്നത് അതിലേറ്റവും ഉത്തമമായത് നിലനിർത്താനും വ്യാപിപ്പിക്കാനും പരിശ്രമിക്കാം. അതിലൊരു കൂട്ടായ്മ ഉണ്ടാക്കാം. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ 2 കാര്യമാണ്. അതിലൊന്ന്, ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരണ നൽകുക. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യാവശ്യം അവനകപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു കൈത്താങ്ങ് കൊടുത്താൽ അവന് നിവർന്നു നിൽക്കാനും ജീവിക്കാനും കഴിയും. ഒരാളെക്കുറിച്ചായി പറയുക, ഒരു മനുഷ്യനെ. അതുകൊണ്ട് മിൻ അജലി ദാലിക കതബ്നാ അലാ ബനീ ഇസ്രായീൽ അന്നഹു മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല അന്നാസ ജമിയാ. എത്ര മനോഹരമായ ഒരു ദൃഷ്ടാന്തം വിവരിക്കുന്നതാണ് സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം. അതുകൊണ്ട് നാം വിധിച്ചതും എഴുതിയതും
മൻ ഖത്തല നഫ്സൻ, ഏതൊരാൾ ഒരു മനുഷ്യാത്മാവിനെ കൊന്നുവോ, ബി ഗൈരി നഫ്സിൻ, വേറൊരാത്മാവിന് അല്ലാതെ. കൊല്ലുന്ന ഒരാളെ സംബന്ധിച്ച് നിയമപാലകർക്ക് അഥവാ കോടതിക്ക് വധശിക്ഷ വിധിക്കാം. അങ്ങനെ വിധി നടപ്പാക്കുന്ന രീതിയല്ലാതെ ഏതെങ്കിലും ഒരാൾ ഒരു മനുഷ്യനെ കൊന്നാൽ, ഈ ആയത്തിൻ്റെ വിവരണമൊക്കെ എത്ര വിശാലമായിട്ടാണ് പൂർവികരായ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഒരാളെ കൊല്ലുക, അതുകൊണ്ട് സഡനാകാം, ഇഞ്ചിഞ്ചായിട്ടാകാം, അവനറിയാത്ത മാർഗത്തിൽ അവൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടാകാം, നശിപ്പിച്ചുകൊണ്ടാകാം, അങ്ങനെ പല രീതിയിലും. ഗർഭസ്ഥ ശിശുവിൻ്റെ വധം വരെ ഈ ആയത്തിൻ്റെ വിവരണത്തിൽ മഹാനായ ഇമാം റാസിയെപ്പോലുള്ളവർ വിവരിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല. അതുകൊണ്ട് ഒരാളെ കൊന്നാൽ, ഔ ഫസാദിൻ ഫിൽ അർള്, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ, അത് വളരെ പ്രാധാന്യമാണ്. കാരണം മനുഷ്യരോട് ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റ് ഇതര പ്രദേശങ്ങൾ കാണാൻ കൽപ്പിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് പോകാത്തത്? ഫസീറു സൂറത്ത് സബ്ഇൽ വളരെ വലിയ ഒരു നാഗരികത നേടിയ, ലോകത്താദ്യമായി നാഗരികതയുടെ ഈറ്റില്ലമായി മാറിയ ഒരു നാടിനെയാണ് വിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്നത് ചരിത്രപരമായി. അതെവിടെയാണ് ബിൽഖീസിൻ്റെ ഭരണം ഉണ്ടായത്. അപ്പോൾ രാജ്ഞിയാണ് അവിടുത്തെ ഭരണകർത്താവ്. വ ബൽദത്തിൻ ത്വയ്യിബ, പരിമളം നിറഞ്ഞ ഒരു നാട്, അത്രയധികം ആളുകളെ ആകർഷിക്കുന്ന ഭൂപ്രകൃതി, സസ്യലതാദികൾ അത് അതീവ ശക്തമായി ഇടതൂർന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. അവിടുത്തെ ശീതളത്വം എത്ര മനോഹരമായിരിക്കും! കാഴ്ച മാത്രമല്ല, അതിലൂടെ സഞ്ചരിച്ചാൽ മതി. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു കൽപ്പിച്ചത് സീറൂ ഫിഹാ ലയാലിയ, നിങ്ങളവിടെ ദിനരാത്രങ്ങൾ സഞ്ചരിക്കുക. അയ്യാമൻ ആമിനീൻ, നിർഭയരായി, ഒന്നും പേടിക്കണ്ട. ഭൂതലത്തിൽ എവിടെയും മനുഷ്യനെ ആകർഷിക്കുന്ന ഭൂപ്രകൃതി അത് അല്ലാഹുവിൻ്റെ വരദാനമാണ്. അത് മനുഷ്യൻ ആസ്വദിക്കണം. അതിനെന്ത് വേണം? സന്ദർശകർ ഒഴുകണം അവിടെ. അത് രാപകലുകൾ എന്ന വ്യത്യാസമില്ല. രാത്രിയും സുരക്ഷിതരാണ്, പകലും സുരക്ഷിതരാണ്. അതിനോടൊപ്പം തന്നെ നിർഭയമാണ്. മക്കയെ എടുത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മക്കയെ എടുത്ത് പറഞ്ഞപ്പം ഉളിഅ ലിന്നാസ് പറഞ്ഞ ആയത്ത് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞപ്പോൾ ഉളിഅ ലിന്നാസാണ്, മനുഷ്യവംശത്തിന് ലോകമെമ്പാട് നിന്നും വന്നണയാൻ പറ്റുന്നൊരു ആരാധനാ കേന്ദ്രം സ്ഥാപിതമായിരിക്കുന്നു. അത് പക്ഷെ ആ നാടിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ അംന റബ്ബി ജിഅൽ ഹാദാ ബലദൻ ആമിന, എൻ്റെ ഈ നാട് നിർഭയമാകണം, എന്നാലേ ആളുകൾക്ക് വരാൻ പറ്റുള്ളൂ. ഹജ്ജിൻ്റെ സീസണിൽ ഒരു അക്രമം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് ബിസ്മി ചൊല്ലിയിട്ട് മിസൈൽ അയച്ചാലും അഊദ് മാത്രം ചൊല്ലിയിട്ട് അയച്ചാലും അവിടുത്തെ ഫലം ഒന്നല്ലേ? ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ് ഒരു നാടിനു വേണ്ടി. അതാണല്ലോ സ്വരാജ്യ സ്നേഹത്തിൻ്റെ അടിസ്ഥാന ആയത്തതാണ്. ഒരു മനുഷ്യൻ ഏത് രാജ്യത്ത് ജീവിക്കുന്നു അതാണ് അവൻ്റെ മാതൃരാജ്യം. ആ നാടിൻ്റെ നന്മയും ഭദ്രതയും അതിൻ്റെ ശേഷിപ്പും അതിൻ്റെ വളർച്ചയും അതിൻ്റെ പരിമളവും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായിരിക്കണം. അതുകൊണ്ടാണ് റബ്ബി ജിഅൽ ഹാദാ ബലദൻ ആമിന. കൂടെ ഒരു കാര്യം കൂടി പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ റബ്ബി ജിഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ഫലഭൂയിഷ്ടമായ നിലയിൽ പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷ്യങ്ങൾ നീ നൽകണം. അത് ഓരോ നാടും നിലനിൽക്കുന്നത് മറ്റൊരു നാടുകളെ ആശ്രയിച്ചിട്ടാണ്. അവരിറക്കുമതി ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റുകയും ചെയ്യും. അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. കുടിവെള്ളം വരെ നദീജല കരാർ ഇപ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ടാവും. നദീജല കരാർ റദ്ദാക്കുന്നു. അതുപോലെ തന്നെ നയതന്ത്ര മേഖലകളിൽ വലിയ കർക്കശത്വം വരുന്നു.
ഇതെല്ലാം എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്രയും നിത്യപ്രസക്തമാകുന്നത്. ഈ നാട് നിർഭയമാകണം. അപ്പോൾ ആളുകൾക്ക് ഏത് രാത്രിയും പകലും ഏത് സമയവും വരാൻ കഴിയണം. പ്രത്യേകിച്ച് ആഘോഷ സന്ദർഭങ്ങളിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. ആഘോഷ സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് ഖുർആൻ 4 മാസത്തെ പവിത്രമാക്കി. ആ രാജ്യത്തെ മുഴുവൻ ജനതയും അത് പാലിച്ചിരിക്കണം. ഒരാൾ പോലും ലംഘിക്കാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ ലംഘിച്ചാൽ അതിന് കടുത്ത ശിക്ഷയാണ്. നിർഭയമായിരിക്കേണ്ടതാണ്. കാരണം ഏറ്റവും വലിയ ആഘോഷമായ നിലയിൽ തീർത്ഥാടനം നടക്കുന്ന സമയമാണത്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതുപോലെ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഉത്സവങ്ങളുടെ സ്ഥലമുണ്ട്. ഇതെല്ലാം നാം മനസ്സിലാക്കണം. ഖുർആൻ പറയുന്നത് ഏതെങ്കിലും ഒരു മതം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു മതം അവിടെ നിൽക്കാൻ വേണ്ടിയുമല്ല. അതിനൊക്കെ മുകളിൽ മനുഷ്യവംശമാണ് നിലനിൽക്കേണ്ടത്. അവരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് അതാണ്. ഇസ്ലാം ഈ 5 കാര്യത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെടുകയാണ്. ആ മുകളിലാണ് മനുഷ്യൻ വരുന്നത്. അവിടെയാണ് മനുഷ്യവംശം സർവാദരണീയമായി മാറുക. അതാണ് ഖുർആൻ ഉണർത്തിയത്. ഔ ഫസാദ്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുകയാണ് അവിടെ. വെറുതെ ശണ്ട കൂടിയാൽ മതി, ഒരു കാര്യവും വേണമെന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ശണ്ട കൂടാം, ബഹളമുണ്ടാക്കാം, ശബ്ദമയമാകാം. അപ്പോൾ എല്ലാവരും ഭയപ്പെട്ട് പല ഭാഗത്തേക്ക് ഓടും. ഇതൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആക്രമിക്കാം, ഉപദ്രവിക്കാം, തട്ടിക്കൊണ്ടുപോകാം, അങ്ങനെ പലതും. ഏതെല്ലാം നിലയിലാണ് ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് യത്തഹത്തബുന്നാസ് എന്നല്ലേ ഖുർആൻ ഉപയോഗിച്ചൊരു പദം. ഇതൊക്കെ മനുഷ്യരുടെ കൂട്ടായ പ്രയത്നത്തിനും ഒന്നു ചേരലിനും അവർ സന്തോഷകരമായി അത് ആസ്വദിക്കുന്നതിനും തടസ്സം വരും. അതുകൊണ്ടാണ് ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതലന്നാസ ജമിയ. അപ്പോൾ ഫസാദുൻ ഫിൽ അർളാണെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നാലും മനുഷ്യവംശത്തെ ഒന്നടങ്കം നിഗ്രഹിച്ചവനെ പോലെയാണ്, മുഴുവൻ പേരെയും കൊന്നവനെ പോലെ. ആ അത്രയും വലിയ പാതകം. ഇതിന് വേറെ ഭാഷയില്ല പറയാൻ. നമ്മൾ ചെയ്യുന്നൊരു തെറ്റിനൊരു അളവ് നിർണയിച്ചാൽ ഒരു മനുഷ്യനെ കൊല്ലുക എന്നതിന് ലോകത്ത് പ്രപഞ്ചത്തിൽ മനുഷ്യവംശത്തെപ്പോലും തുലനം ചെയ്യാൻ പറ്റാത്ത ക്രമത്തിലാണെന്നാണ് ഈ പ്രസ്താവന. എത്ര വലിയ മനോഹരമാണ് ആ വാക്ക്. വമൻ അഹ്യാഹ. ഇനി അതല്ല, മറുഭാഗത്ത് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഉദ്യമം എന്താണ്? 1.25 ലക്ഷം അംബിയാ മുർസലുകളെ അയച്ചു. എന്തിനാ അയച്ചത്? ഈ നബിമാരുടെ ദൗത്യം എന്തായിരുന്നു? അത് അള്ളാഹു അറിയിച്ചു. ഞാൻ വിളിക്കുന്നതും നബിമാർ വിളിക്കുന്നതും യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ലോകത്ത് മനുഷ്യർ കേൾക്കേണ്ട വചനമാണത്. സർവശക്തൻ വിളിക്കുന്നത്, ഈശ്വരൻ വിളിക്കുകയാണ്, അവൻ്റെ ദൂതന്മാർ വിളിക്കുകയാണ്. നിങ്ങൾ ജീവിക്കണമെന്നാണ് നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത്. നിങ്ങളെ മരിപ്പിക്കാൻ വേണ്ടി അവൻ വിളിക്കുന്നില്ല. നിങ്ങൾ ചാകണമെന്ന് പറയാനല്ല, നശിക്കണമെന്ന് പറയാനല്ല, ഈ നാട്ടിൽ നിങ്ങളുടെ വംശമില്ലാതാകണമെന്ന് പറയാനുമല്ല. ഓരോരുത്തരും ജീവിക്കണം. അങ്ങനെ ജീവിക്കണം എന്ന് ഉത്ബോധിപ്പിക്കാനാണ് അള്ളാഹു വേദങ്ങൾ നൽകിയത്, അമ്പിയാക്കളെ അയച്ചത്. അതുകൊണ്ടൊരാളെ ഹെൽപ്പ് ചെയ്തു. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ ആവശ്യപ്പെടുന്നത് മറ്റൊരാളുടെ, തൻ്റെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ തൊട്ടടുത്തൊരാളുടെ കൂടെ നിൽക്കലും നല്ല വാക്ക് പറയലും പ്രതീക്ഷ കൈമാറലും പ്രത്യാശ പകരലുമാണ്. അതാണല്ലോ ഒരു വളരെ ഖുദ്സിയായ ഇമാം നബവിയുടെ അൽ അർബഈനിൽ ഉദ്ധരിച്ചൊരു ഹദീസ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്, അള്ളാഹു പറയുന്നു, മൻ ഫറജ കുർബത്തൻ മിൻ കുറബിദ് ദുനിയ. വലിയ പദമാണ്. ഈ ദുനിയവിയായ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം, ഒരു വിഷമം, ഒരു സങ്കടം, അല്ലെങ്കിൽ വലിയ ഒരു ആപത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ,
അവനെ ഈ പറഞ്ഞ ഏതൊരു വിഷയത്തിലാണോ സഹായിക്കുക, അതിൽ നിന്ന് കരകയറ്റുകയാണ്, അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. സാരമില്ല, അതിൽ നീ തീർന്നു പോകില്ല എന്ന്. അങ്ങനെ ഒരാൾക്ക് അവനോടൊപ്പം നിൽക്കുകയും പ്രത്യാശ പകരുകയും വലിയ ഒരു സന്തോഷകരമായ അർത്ഥത്തിൽ കൂടെയുണ്ട് എന്നൊരാൾ പറയാനുണ്ടായാൽ മതി. ഇപ്പം ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിൽ മനഃശാസ്ത്ര വിദഗ്ധർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുക, എന്തുകൊണ്ടാണ് ഒരാളെ കൊല്ലുക, കുടുംബത്തിൽ വളരെ സന്തോഷമായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം ഒറ്റപ്പെട്ടു എന്നൊരു ഭീതി മാത്രമല്ല, ഭാവി മുന്നിലേക്ക് നോക്കുമ്പോൾ കൂരിരുട്ടാണ്. അവിടെ ഒരു ചെറിയ വെളിച്ചം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവനെയും രക്ഷിക്കാം, ആ കുടുംബത്തെയും രക്ഷിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഒരാളെ സഹായിക്കുകയാണ്. പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹത്തെ കൈപിടിക്കുന്നു, കടബാധ്യതയിൽ നിന്ന് കൈപിടിക്കുന്നു, രോഗചികിത്സയിൽ സഹായിക്കുന്നു, അയാൾ ഒറ്റപ്പെടുന്ന എല്ലാ അവസ്ഥയിലും കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ്. ചെറിയ ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ചെറിയ ബാലപാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നഴ്സറി ക്ലാസ്. അതിൻ്റെ ഒരു ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ഒരു ചാർട്ട് എടുത്ത് കൊടുക്കുകയാണ്. അതിൽ ആ കുഞ്ഞിൻ്റെ ചിത്രമാണ് ഒരു സൈഡ്, ഒരു കുട്ടിയുടെ ചിത്രം, ഒരു മനുഷ്യൻ്റെ. മറുഭാഗത്ത് ഒരു യൂണിയൻ റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ ചിത്രമാണ്. അപ്പോൾ 100 ഭാഷകൾ, 100 ചിന്ത, 100 മതങ്ങൾ, 100 രാഷ്ട്രീയക്കാർ, അങ്ങനെ തുടങ്ങിയവരാണല്ലോ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. അതിൻ്റെ കോലമൊക്കെ വരയ്ക്കണമെങ്കിൽ വളരെ വിദഗ്ധത വേണം, അല്ലാതെ ഒന്നും കഴിയില്ല. പെട്ടെന്ന് ഇന്ത്യ ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ചാർട്ട് 10-25 കഷ്ണമായിട്ട് കീറിയിട്ട് ആ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതിൽ ഒരു വശം നീയാണുള്ളത്, ഒരു വശം ഇന്ത്യയാണ്. ഇന്ത്യ ഇവിടെ തകർന്നിരിക്കുന്നു, അതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു ഇന്ത്യ ഉണ്ടാക്കണം. അതിന് നിനക്കൊരു ടാസ്ക്കാണ്, 1 മണിക്കൂർ സമയം. അങ്ങനെ കുട്ടി പലതും ചെയ്തു, ശരിയായില്ല. അപ്പോൾ അധ്യാപകൻ ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് നിന്നെ രൂപപ്പെടുത്താൻ കഴിയുമല്ലോ, എളുപ്പമല്ലേ? നിൻ്റെ തല ഏതാണെന്നും കൈ ഏതാണെന്നും കാലേതാണെന്നും വയറേതാണെന്നും ചെവി എവിടെയാണെന്നും മൂക്കെവിടെയാണെന്നും നിനക്കറിയാമല്ലോ. അതിൻ്റെ മറു സൈഡ് നീയല്ലേ ഉള്ളത്, നീ ഒന്ന് നേരെയായി നോക്കുക. അപ്പോൾ അവൻ വളരെ പെട്ടെന്നത് ചെയ്തു. ഇനി മറുവശത്ത് നോക്കുക. അവ ഇന്ത്യ ഉണ്ടാക്കി. ഇത് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നൊരു ബാലപാഠമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തിക്കും ഇന്ത്യൻ പൗരനാകാം. അവിടെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷ. അത് ആ പ്രതീക്ഷ പകരാൻ മതങ്ങൾക്ക് കഴിയണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണം, ഭരണാധിപർക്ക് കഴിയണം. ഒ. വി. വിജയൻ പറഞ്ഞതുപോലെ ജനം ഭരണകൂടത്തിൽ നിന്ന് അകലുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ടത് യുദ്ധമാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ലല്ലോ. അതിനാണ് ഓരോ വ്യക്തിയും ഈ വിഷയത്തിൽ ധാർമ്മിക ചുമതലയുണ്ട് എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. അതൊരു വലിയ ബോധ്യപ്പെടുത്തലാണ്. മനുഷ്യരെല്ലാവരെയും ജീവിപ്പിക്കാൻ കഴിയും, ഒരാളെ സഹായിച്ചാൽ മതി. അങ്ങനെ ഓരോരുത്തരെയും. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം വളരുന്ന ഒരു വലിയ വൃക്ഷമുണ്ട്. അത് അതിഭീമാകാരമായ വൃക്ഷമാണ്, പക്ഷെ അതിന് തായ് വേരില്ല. നിങ്ങൾ സസ്യലോകത്തെയും അതുപോലെ പക്ഷികളുടെ ലോകം ഇതൊക്കെ ഓരോന്നെടുത്ത് പഠിച്ചാൽ കിട്ടും. ഇതിൽ ഡൈജസ്റ്റ് വളരെ നല്ലതാണ്, വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. ഓരോ വിഷയവും ഓരോ ലക്കവും ഒരേ വിഷയമാണ്. അതിലൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ വരുന്ന ഈ മരമെന്ന് പറയുന്നത് വലിയ വടുവൃക്ഷമാണ്. അതിന് നാരായ വേരില്ല, മുകളിലൂടെയാണ് അതിൻ്റെ വേര്. അപ്പോൾ ഇന്ത്യ നമ്മളെപ്പോലെയൊന്ന് കൂട്ടിക്കോ, എങ്ങനെ നിലനിൽക്കും? കാറ്റും മഴയും കോളും കൊടുങ്കാറ്റും ഭൂചലനമൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ അതിനൊരു കേടും വരില്ല. എന്താ കാരണം? അതിൻ്റെ ഉപരിതലത്തിലുള്ള വേരുകൾ തൊട്ടടുത്തതിനെയും അതിനടുത്തതിനെയും അതിനടുത്തതിനെയും കെട്ടിപ്പുണർന്നിട്ട്
ഈ ഭൂമിയുടെ ഉപരിതലം, ആ ചെടികൾ, ആ വലിയ മരം വളരുന്ന ഭൂപ്രദേശം ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കണേ. ഏത് കൊടുങ്കാറ്റിനാ മറിക്കാൻ കഴിയുക എന്ന് വായിക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. മനുഷ്യൻ എന്ന ഈ അത്യുദാരനായ സർവാദരണീയനായ മനുഷ്യത്വത്തെ ഭൂതലത്തിൽ സുരക്ഷിതമായും നിർഭയത്വത്തിലും നിലനിർത്തുക എന്നത് മനുഷ്യൻ്റെ കടമയാണ്. അതിനവിടെ ജാതിയില്ല, മതവുമില്ല, ഭരണകൂടമില്ല, രാഷ്ട്രീയവും ഇല്ല. അതാണ് ഇവിടെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കുക. ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ കൊല്ലുക എന്നല്ലല്ലോ. ഒരു മനുഷ്യൻ ആരായാലും അവനെ കൊന്നാൽ, ഒരു നാട്ടിൽ ആരാണോ കുഴപ്പമുണ്ടാക്കുന്നത് ആ കുഴപ്പമുണ്ടാക്കിയാൽ അതെല്ലാവരെയും നശിപ്പിച്ചതുപോലെയാണ്, ജീവിപ്പിച്ചാലും എല്ലാവരെയും ജീവിപ്പിച്ചതുപോലെയാണ്. വലഖദ് ജാഅത്തുഹും റുസുലുനാ ബിൽ ബയ്യിനാത്ത്. ഇത്ര വ്യക്തതയോടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നമ്മുടെ ദൂതന്മാർ ആ ജനപദങ്ങളിൽ വന്നിരുന്നു. നമ്മുടെ അമ്പിയാക്കന്മാർ ചെയ്ത ജോലി അതാണ്. നമ്മൾ പഠിച്ചപ്പോൾ ആകെ നമസ്കാരത്തിൻ്റെ സഫ എങ്ങനെ നിൽക്കണമെന്ന് ഇന്നും തീരുമാനമായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, മതം കൊണ്ട് നടന്ന കോലാണ് ഈ പറയണത്. ഇപ്പോഴും നമുക്ക് നിസ്കരിക്കാൻ അറിഞ്ഞുകൂടല്ലോ. കൈ കെട്ടട അറിയാൻ പാടില്ല, വിരൽ ഉയർത്താൻ അറിയില്ല. ചിലർ ചെണ്ട കൊട്ടുന്ന പോലെയാണ്. ആദ്യ താളത്തിലാണ് പലരും അത്തഴിയാത്തിലിരിക്കുന്നത്. ക്ഷമിക്കുക എന്നോട്. ഞാനിത് സൂചിപ്പിച്ചത് അതിൻ്റെയൊക്കെ മുകളിലാണ് മനുഷ്യത്വത്തിൻ്റെ ജീവിതം. മനുഷ്യനാണല്ലോ ജീവിക്കേണ്ടത്. ആ മനുഷ്യൻ നിർഭയനാകണം, സന്തോഷമുള്ളവനാകണം. ഒന്നുകൂടി പറയാം. ഇന്നാ അർളനൽ അമാന അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് നാം ഒരു കാര്യം ചെയ്തു. ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് വിശ്വസ്തത ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ആകാശങ്ങളും ഭൂമികളും അത് വല്ലാത്ത പാടാണ്. കാരണം നമുക്ക് തോന്നുമ്പോൾ അനങ്ങാൻ പറ്റൂല, ചെരിയാൻ പറ്റൂല, മറിയാൻ പറ്റൂല. നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട ഒരു ആയത്താണത്. നമ്മൾ മനസ്സിലാക്കിയ ആശയത്തിലൊന്നും അല്ല ആയത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആകാശഭൂമികളും ജബലുകൾ, പർവ്വതങ്ങളും അതിൻ്റെ ഭാരം മനസ്സിലാക്കിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ വിശ്വസ്തതയെ വേണ്ട. അപ്പോൾ മനുഷ്യനെ ഏറ്റെടുത്തു. കാരണം അവൻ്റെ നിലനിൽപ്പ് ആ വിശ്വസ്തതയിലാണ്. ആരിലും അപരിചിതനിൽ നമുക്കൊരു പരിചയമില്ല. അപരിചിത നാടുകളിൽ കഴിയുന്നവർ, അവിടെയൊക്കെ നമുക്കൊരു പരിചയമില്ലല്ലോ, നമ്മളെ അറിയില്ല. പക്ഷേ അവർക്കിടയിൽ പരിചയമില്ല, ഭാഷ അറിയില്ല, നാടറിയില്ല, സംസ്കാരം അറിയില്ല, മതം ഏതാണെന്നറിയില്ല, ജീവിതം എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ അവർക്കിടയിൽ വളർത്തപ്പെട്ട ഒരു വലിയ മൂല്യമുണ്ട്. അതാണ് വിശ്വസ്തത. ആ വിശ്വസ്തത ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മതം എവിടെയാ നിൽക്കുക? ആകാശത്ത് നിൽക്കാൻ ഇടമില്ല. ഭൂമിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വസ്തത വേണ്ടേ? ദുരവസ്ഥയിൽ വളരെ ഭംഗിയായി ശത്രുക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ വിവരിക്കുന്നുണ്ട്. വായിക്കാവുന്ന കേരള ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് 921. അവിടെ എന്താണെന്ന് വെച്ചാൽ, ശത്രുത ഞാൻ സ്വയം സൃഷ്ടിക്കുകയാണ്, നീ എന്നിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ഉപദ്രവിക്കും. എൻ്റെ ആളല്ലെങ്കിൽ പിന്നെ എനിക്ക് ഉപദ്രവിക്കാമല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട് അത് നമ്മുടേതാണ്. നാം എന്നത് മനുഷ്യരാണ്. ആ മനുഷ്യരുടെ അധിവാസം ഉറപ്പുവരണം. അതിന് ഉപദ്രവകരമായ എല്ലാത്തിനെതിരിലും കൂട്ടായ്മ ഉണ്ടാകണം. മനുഷ്യവംശം ഒരു വംശമാണെന്ന് വരണം. നിങ്ങൾ ഒരൊറ്റ സമൂഹമാകുന്നു. ഖുർആൻ അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വാന റബ്ബുക്കും ഫഅ്ബുദൂൻ. നിങ്ങളൊരൊറ്റ സമൂഹം. ഈ സമൂഹത്തിനൊരു നാഥനേ ഉള്ളൂ, അതാണ് സർവേശ്വരൻ, ദൈവം. എല്ലാവർക്കും എന്നിലേക്ക് ശരണീഭവിക്കാം. അതാണ് വിജയവഴി. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.